നമ്മൾ നെക്കിന് ചുറ്റും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആൻഡ് ഈസി ഡിസൈനാണ് ചെയ്യുന്നത്. നമുക്ക് റിംഗ് നോട്ട് കൊണ്ടുള്ള ഫ്ലവേഴ്സും പിന്നെ നമ്മൾ ലേസി ഡേസി വെച്ചിട്ട് ലീവ്സും അത് മാത്രമാണ് ചെയ്യുന്നത്. ഈസിയാണ്, കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ 3 കളർ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ഈ 3 കളറിലെ ത്രെഡ് കൊണ്ടുള്ള ഒരു സിമ്പിൾ ഡിസൈൻ. ഇതൊരു മസ്റ്റാർഡ് യെല്ലോയും പിന്നെ ഒരു ബ്ലൂ ഒരു ഗ്രീൻ ഇത്രയും മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ കുറച്ച് ബീഡ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ 2 സ്റ്റിച്ച് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിത് ഇത്രയും ഒരു നീഡിൽ ചെയ്തെടുക്കാം, എന്നിട്ട് ബാക്കി ഡിസൈൻ ചെയ്യാം. ഇപ്പം കണ്ടോ, ഞാൻ ഈ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് വെച്ചാൽ ആദ്യത്തെ റോയിൽ നമ്മൾ ഈക്വൽ സ്പേസിൽ ഇതുപോലെ മാർക്ക് കൊടുക്കും. പിന്നെ അതിന് രണ്ടിനെയും മിഡിലായിട്ടാണ് അടുത്തത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ രണ്ടും മിഡിലായിട്ട് ചെയ്തു. അടുത്ത റോയും കൂടെ ചെയ്യുന്നതും അതിൻ്റെ മിഡിലായിട്ട്, ഈ രണ്ടെണ്ണത്തിനെയും മിഡിലായിട്ട് അടുത്ത് വരും. അങ്ങനെ ആ ഒരു പാറ്റേണിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ യെല്ലോ കളർ ത്രെഡ് കൊണ്ടാണ് ഫ്ലവേഴ്സ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു യെല്ലോ ഫ്ലവർ ചെയ്യാം. ആദ്യം ഇവിടെ നമ്മളൊരു ഫ്രഞ്ച് നോട്ട് കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ 2 പ്രാവശ്യം ചുറ്റി ഇതുപോലെ താഴേക്ക് ഇറക്കും. ഇനി നമ്മളിതിന് ചുറ്റും റിംഗ് നോട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ രണ്ടറ്റവും കെട്ടിയിട്ടില്ല, ഒരു എൻഡ് മാത്രമാണ് കെട്ടിയേക്കുന്നത്. അതുപോലെ തന്നെ 6 സ്ട്രാൻഡ്സ് തന്നെയാണ്, സ്ട്രാൻഡ്സ് ഒന്നും മാറ്റിയിട്ടില്ല. ഇങ്ങനെ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഉണ്ടോ? അപ്പോൾ ഇതൊരു റിങ്ങായി. ഇതുപോലെ നമ്മൾ ചുറ്റുമായിട്ട് റിങ് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ റിംഗ് നോട്ട് ചെയ്യാൻ അറിയാത്തവർ നമ്മുടെ ബേസിക് ഹാൻഡ് എംബ്രോയ്ഡറി വീഡിയോയിൽ റിംഗ് നോട്ട് ചെയ്യുന്ന വീഡിയോ ഉണ്ട്. അപ്പോൾ ആ ട്യൂട്ടോറിയൽ നോക്കിക്കഴിഞ്ഞാൽ റിംഗ് നോട്ട് എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലാവും. അതുപോലെ ഒരുവിധം എല്ലാ സ്റ്റിച്ചസും നമ്മൾ അതിൽ പ്ലേലിസ്റ്റാക്കി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും കാണുമ്പോൾ. പിന്നെ ഇതുപോലുള്ള ഡിസൈൻസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിന് ചുറ്റും ഫില്ലായിരുന്ന രീതിയിൽ റിംഗ് നോട്ട്സ് ഇട്ട് കൊടുക്കാം. ഉണ്ടോ? ഇപ്പോൾ ഒരു ഫ്ലവറായി. ഇനി നമ്മൾ ചെയ്യുന്നത് ഗ്രീൻ കളർ ത്രെഡ് കൊണ്ട് ഇതിന് ചുറ്റും ലേസി ഡേസി സ്റ്റിച്ച് കൊടുത്ത് ലീവ്സ് പോലെ ചെയ്യാം. അതിപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ റോയിൽ നമുക്ക് 2 എണ്ണം അല്ലാതെ ചെയ്യാം. എന്നിട്ട് നമുക്ക് ബ്ലൂവും കൂടെ ആഡ് ചെയ്ത് കുറേ കൂടി ഗ്രാൻഡായിട്ട് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടിനും മിഡിലായിട്ട് വരുന്ന രീതിയിൽ ഒരെണ്ണം ചെയ്യും. ഇതുപോലെ പുറത്തും ചെയ്ത് കൊടുക്കാം നമുക്ക്. ഉണ്ടോ? അപ്പോൾ നമ്മൾ ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുപോലെ താഴെയും എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം.
നമുക്കിനി ബ്ലൂവും ഓൾട്ടർനേറ്റ് ആയിട്ടൊക്കെ കൊടുക്കാം. അതും ഇതുപോലെ തന്നെ കൊടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ നമുക്ക് ഒരു ലെയറും കൂടെ ആയിട്ട് ഇതുപോലെ ഫുൾ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഇതുപോലുള്ള വലിയ ടൈപ്പ് ബീഡ്സും കൂടെ ഇതിനിടയ്ക്ക് കൊടുക്കാം. അപ്പോൾ ഇതുപോലുള്ള ബീഡ്സും കൂടെ ഇടയ്ക്ക് കൊടുക്കുമ്പോൾ കാണാൻ നല്ലൊരു ലുക്കായിരിക്കും.